ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചാന്ദ്രദിന ക്യൂസ് 2026 പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണുക. പിന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ബഷീർ ദിന ക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, വായനാ ദിന ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വസ്തുക്കൾക്ക് ഉയർന്ന ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ബുധൻ. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുള്ള വളയങ്ങൾ ഏത് ഗ്രഹത്തിനാണ് ഉണ്ടായിരുന്നത്? ഉത്തരം നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗതയേറിയ കാറ്റ് ഏത് ഗ്രഹത്തിലാണ്? ഉത്തരം നെപ്റ്റ്യൂൺ. ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ദൂരദർശിനിയുടെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം ഏതാണ്? ഉത്തരം യുറാനസ്. ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഫോബോസ്, ഡീമോസ്. ടൈറ്റൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം ശനി. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഗ്രഹപദവി പ്ലൂട്ടോയ്ക്ക് നഷ്ടപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 2006. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഫോബോസ്. ഏറ്റവും ഗുരുത്വാകർഷണമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാന്ദ്രദിന ക്യൂസ് 2026 പാർട്ട് 4 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇനി പാർട്ട് 5 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.